മഹാനായ തുഫൈലുബിന് ഉബയ്യബിന് കഅബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂടെ മാർക്കറ്റിൽ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ഇടയ്ക്കിടെ ഞാനിവിടെ അങ്ങാടിയിൽ കാണുന്നുണ്ടല്ലോ, താങ്കൾ കച്ചവടം ചെയ്യുന്നില്ല, സാധനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല, വിലപേശുന്നില്ല, ഇവിടെയുള്ള സദസ്സുകളിൽ ഇരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കൂടെ മാർക്കറ്റിൽ വരുന്നത്? അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തബിഉ സുന്ന എന്നറിയപ്പെട്ട മഹാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്ന നബിയായി അറിയപ്പെട്ട മഹാനാണ്. അവർ പറയുന്നു, ഞാൻ ആളുകളോട് സലാം പറയാൻ വേണ്ടിയാണ് അങ്ങാടിയിലേക്ക് ഇങ്ങനെ വരുന്നത്, കാണുന്നവരോടൊക്കെ സലാം പറയും, അതാണ് എൻ്റെ ജോലി എന്ന് പറയുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സലാം പറയുന്നതിൻ്റെ അങ്ങേയറ്റത്തെ മഹത്വത്തെക്കുറിച്ചാണ്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. സലാം പറയുന്നതിന് ധാരാളം ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ആളുകളോട് സലാം പറയേണ്ടത്. അതുപോലെ തന്നെ മുസാഫഹത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്യുമ്പോൾ, രണ്ട് വിശ്വാസികൾ തമ്മിൽ മുസാഫഹത്ത് ചെയ്യുമ്പോൾ അവരുടെ ദോഷങ്ങൾ ഒരു മരത്തിൽ നിന്നും ഇലകൾ പൊഴിയുന്നത് പോലെ അവരുടെ ദോഷങ്ങൾ പൊഴിഞ്ഞു പോകും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തിൽ ഇത്തരമൊരു നല്ല സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.